നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ പുതിയ മോഡലായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടുള്ള ഒരു Y3s എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ്ങും റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം ആവാറായി. ഇപ്പോൾ കുറേ വീഡിയോകൾ ചെയ്യാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മൾ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് റിവ്യൂ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്തുള്ളത് ഇതിൻ്റെ ഒരു ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ബ്ലാക്കും ബ്ലൂവും കളറൊക്കെ ഉണ്ട്, ഇതിൻ്റെ മറ്റ് കളറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഗ്രീൻ കളർ ഇതുവരെ ഒരു ഫോണും അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളർ തന്നെ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കി പറയാനാണെന്നുണ്ടെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ. അപ്പോൾ അതാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫീച്ചർ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് Y3s ബോക്സ്. അപ്പോൾ ഈ മെയിൻ ബോക്സിൽ ഇവിടെ വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, താഴെ മോഡൽ നെയിം Y3s കൊടുത്തിട്ടുണ്ട്. സാധാരണ വിവോയുടെ Y സീരീസിൽ ഫോണുകളിലൊക്കെ കാണുന്ന സെയിം ഒരു ബോക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 5000 mAh ബാറ്ററി, 6.51 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രെൻഡി ഡിസൈനാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ IM നമ്പർ, കാര്യങ്ങൾ, മാനുഫാക്ചറിങ് ഡേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേപ്പർ ബോക്സ് ഇതിനകത്ത് നമുക്ക് കിട്ടും. ആ പേപ്പർ ബോക്സിനകത്ത് നമ്മൾ സാധാരണ ഫോണൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ബാക്ക് പൗച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് പൗച്ച് തന്നെയാണ്. സാധാരണ ഒരു വിവോയുടെ ഫോണുകളൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാറുള്ള സെയിം ഒരു ബാക്ക് പൗച്ചാണ്. പിന്നെ ഇവിടെ സിം എജക്റ്റിംഗ് ടൂൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വാറണ്ടി പേപ്പേഴ്സും യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ ബോക്സിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് Y3s എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബോക്സിനകത്ത് നമുക്ക് ഇതിലൊരു ചാർജർ കിട്ടുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജർ ആണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. 10 വാട്ട് ഫാസ്റ്റ് ചാർജർ ആയിരിക്കും തരുന്നത്. പിന്നെ ഒരു ചാർജിങ്ങിന് വേണ്ടിയിട്ടൊരു മൈക്രോ USB ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. Type-C അല്ല, മൈക്രോ USB ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ബോക്സിന് കൂടെ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്, ഒരു സ്ക്രീൻ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂൾ, ചാർജർ കേബിൾ, ചാർജിങ് അഡാപ്റ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഒരു പ്ലാസ്റ്റിക് കവർ ഇത്തരത്തിൽ ഓപ്പൺ ആക്കിയിട്ട് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് Y3s എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഞാൻ തൊട്ട് മുൻപ് ഇതിൻ്റെ ബ്ലൂവും വൈറ്റും കളറുകളൊക്കെ പല ഫോണുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഗ്രീൻ കളർ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളി തന്നെയാണ്. ഞാൻ ഒരുവിധം വിവോയുടെ ഫോണുകളൊക്കെ അൺബോക്സിങ് പറയുന്ന കാര്യമാണ്. ഡിസൈനിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാറില്ല. നല്ല അടിപൊളി ഡിസൈനാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു 9000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോണാണ് എന്ന് തോന്നുന്ന രീതിയിലല്ല ഇതിൻ്റെ ഡിസൈനൊക്കെ വെച്ചുള്ളത്. നല്ലൊരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ല ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് വലിയ ഫോണാണത്. 6.51 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈനകത്തിരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് വലിയ മോഡലാണ്. ഇതിനകത്ത് സൈഡിൽ നോക്കിയാൽ അത്യാവശ്യം തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാനില്ല. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്ത മോഡലാണ്. അത്യാവശ്യം തിക്നെസ്, അതായത് നമ്മൾ തൊട്ട് മുൻപ് പരിചയത്തിലുള്ള Y20 ആ ഫോണകത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു സെയിം ഒരു ഡയമെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. താഴെ ഇത്തരത്തിലൊരു സ്പീക്കറിൻ്റെ ഗ്രില്ല് വർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ഹോള്, 3.5 mm ഓഡിയോ ജാക്ക്. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. വേറെ സൈഡിലൊന്നും വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു സിം കാർഡിൻ്റെ സിം ട്രേ കൊടുക്കുന്നുണ്ട്. ഇതൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 2 സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഫോണിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളി തന്നെയാണ്. ഒരു സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ഒരു റെക്ടാംഗുലർ ഷേപ്പിനകത്ത് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഫോൺ. എന്തായാലും മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോണിനെ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ ഓൺ ആവുന്നവർ വെയിറ്റ് ചെയ്യാം. ഈ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ എഡിറ്റിങ്ങിൻ്റെ ഫലമായിട്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു Y3s എന്ന് പറയുന്ന ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓൺ ആകുമ്പോൾ കാണുന്ന ഹോം സ്ക്രീനാണ് ഈ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഇതൊരു HD+ ആണ്, പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഫോൺ ഡിസ്പ്ലേ നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. സാധാരണ ഒരു ഫോണിൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ എന്ന് തോന്നുന്ന രീതിയിലാണ് കൊടുത്തുള്ളത്. ഞാനത് അങ്ങനെ കൂടുതലായിട്ട് പറയുന്നതല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ എത്രത്തോളം ക്ലാരിറ്റി കാണുന്നുണ്ടെന്ന് അറിയില്ല, അത്രയും ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ടച്ച് സ്മൂത്തും അത്യാവശ്യം വരുന്നുണ്ട്, നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഒറ്റ നോട്ടത്തിൽ സാധാരണ വിവോയുടെ ഫോണിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ആ സെയിം ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐക്കണുകളൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അധികം ഒന്നും കാണാനില്ല. ഇവിടെ ആകെ ഒരു ഡെയിലി ഹണ്ടും പിന്നെ അങ്ങനെ കുറച്ച് ആപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ഇല്ല, വേറെ ഒന്നുമില്ല. അനാവശ്യമായിട്ടുള്ള വേറെ ആപ്പുകളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സാധാരണ ഫോണിനകത്ത് ഒരു 8-9 ആപ്പുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെയൊക്കെ മോജ്, അങ്ങനെ കുറേ ആപ്പുകൾ ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് കൊടുക്കാറുണ്ട്. ഇവിടെ അതൊന്നും കാണാനില്ല. വേറെ എവിടെയെങ്കിലും കിടക്കണമെന്ന് നോക്കട്ടോ. ഇല്ല, വേറെ ആപ്പുകളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. നല്ല കാര്യം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഡിസ്പ്ലേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6.51 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അരിക് താഴെ ഒന്നും വളരെ അരികുകൾ കുറവാണ്. സൈഡിൽ കണ്ട് വളരെ അരികുകൾ കുറവാണ്. ഒരു ഹാലോ ഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ക്യാമറ നോച്ചൊക്കെയാലും വളരെ ചെറിയൊരു നോച്ചാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കോണിംഗ് പോലുള്ള ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ അബൌട്ട് ഫോണിനകത്ത് ഈ ഫോണിൻ്റെ മോഡൽ നെയിം ഇവിടെ Vivo Y3s എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് 2 GB റാമാണ് വരുന്നത് കേട്ടോ. 2 GB റാമിൽ 32 GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത്. ഡ്യുവൽ സിം 4G ആണ് വരുന്നത്. 2.3 GHz ഒക്ടാ-കോർ പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ഫൺ ടച്ച് OS 11ലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതൊരു ആൻഡ്രോയിഡ് വേർഷൻ 11ലാണ്. ഇതൊരു ആൻഡ്രോയിഡ് വേർഷൻ 11ൽ തന്നെ ആൻഡ്രോയിഡിൻ്റെ ഗോ എഡിഷനാണ് വരുന്നത്. അത് മെയിൻ ആൻഡ്രോയിഡ് 11 അല്ല, അതിൻ്റെ കുറച്ച് ലൈറ്റർ വേർഷൻ ആയിട്ടുള്ള ഗോ എഡിഷൻ. ഇത് ഫൺ ടച്ച് OS 11. സാധാരണ ഞാൻ ഈ ഗോ എഡിഷൻ ഫോണുകളൊക്കെ ഞാൻ കുറേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റിയൽമി C11 2021 കുറേ മോഡലുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ഒന്നും കണ്ടിട്ടുള്ള രീതിയിലല്ല ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇതൊരു ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഗോ എഡിഷൻ ഫോണാണെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം നന്നായിട്ടുണ്ട്. നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ക്യാമറ നോക്കാം. ക്യാമറയ്ക്ക് ഒരു നോർമൽ ക്യാമറ ആയിരിക്കും. 13 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. 5 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ എത്ര ക്വാളിറ്റി നോക്കാം. പിന്നെ ഞാൻ ലൈവായിട്ട് എടുക്കുന്ന ഫോട്ടോ കേട്ടോ. ക്യാമറയ്ക്ക് ഒരു ആവറേജ് ആയിരിക്കും എന്തായാലും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നോർമൽ യൂസിങ്ങിനൊക്കെ ആയാലും നോർമൽ ക്യാമറ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ക്യാമറ കിട്ടുന്നുണ്ട്. സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ സിംഗിൾ ക്യാമറ ആയാലും നല്ലൊരു ക്വാളിറ്റി, തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ബ്യൂട്ടി മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഇത്തരത്തിൽ 1080 ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും 30 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത്. പിന്നെ കസ്റ്റം വാട്ടർമാർക്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈം ലാപ്സ് അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുള്ളൂ. അതായത് ഗോ എഡിഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും ഒരു ലൈറ്റ് വേർഷൻ ആയിട്ടാണ് ഈ എൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗൂഗിളിൻ്റെതായ കുറേ ആപ്പുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കാം. പിന്നെ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ. 5 മെഗാപിക്സലാണെങ്കിലും അതിൽ നിൽക്കുന്നൊരു നോർമൽ ക്യാമറ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ കിട്ടുന്നുണ്ട്. ഗംഭീര ക്യാമറ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു നോർമൽ സെൽഫി ക്യാമറ നമുക്ക് ഇതിൻ്റെ കൂടെയും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ഇത്തരത്തിൽ ബൊക്കെ മോഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ബാക്ക് ക്യാമറയ്ക്കകത്തും ഇത്തരത്തിൽ ബൊക്കെ മോഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സെൽഫി കൊടുക്കുന്നുണ്ട്. അതായത് സിംഗിൾ ക്യാമറ ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. ക്യാമറയ്ക്ക് ഒരു ആവറേജ് തന്നെയാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9,000 രൂപ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ഓഫ്ലൈൻ മോഡലാണ്. അതെന്ന നിലയ്ക്ക് നല്ലൊരു ഡിസൈനും നല്ലൊരു ട്രെൻഡി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോണാണ്. നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരിക്കും. 5000 mAh ബാറ്ററിയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11ലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ സർവീസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പക്കയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു മൊബൈലാണ്. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു മോഡലായിട്ട് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ ഫോണുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ. ബൈ.